ഈ ഭൂമി, നമ്മൾ ഇന്ന് കാണുന്ന ഈ നീലഗ്രഹം എപ്പോഴും ഇങ്ങനെയായിരുന്നോ? നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഏകദേശം 460 കോടി വർഷങ്ങൾക്ക് മുൻപ് സൂര്യനെ ചുറ്റി തീ പൊള്ളുന്ന വാതകങ്ങളും പൊടിക്കണങ്ങളും അലഞ്ഞുതിരിയുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവ ഒന്നു ചേർന്നപ്പോൾ ഒരു തീഗോളം ജനിച്ചു. അതായിരുന്നു ഭൂമിയുടെ തുടക്കം. അന്ന് ഭൂമിയിൽ ആകാശമില്ല, സമുദ്രങ്ങളില്ല, ജീവൻ എന്നതുപോലുമില്ല. ചൂടേറിയ ലാവയും തീയും നാശവും മാത്രം നിറഞ്ഞ ഒരു ഗ്രഹം. കാലം മുന്നോട്ട് നീങ്ങി വൻ ഗ്രഹശകലങ്ങൾ ഭൂമിയിൽ ഇടിച്ചു വീണു. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചു. ഭൂമിയുടെ മുഖം വീണ്ടും വീണ്ടും മാറി. പക്ഷേ അവിടെയാണ് ഭൂമിയുടെ യഥാർത്ഥ യാത്ര തുടങ്ങുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭൂമി പതുക്കെ തണുക്കാൻ തുടങ്ങി. തീ പൊള്ളുന്ന ഉപരിതലം കട്ടിയാർന്നു. ഭൂമിയുടെ പുറംപാളി രൂപപ്പെട്ടു. അപ്പോൾ ആകാശത്ത് നിറഞ്ഞിരുന്ന ജലവാതകം മഴയായി താഴേക്ക് വീണു. ഒരു ദിവസമല്ല, ഒരു വർഷമല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾ മഴ തുടർച്ചയായി പെയ്തു. അങ്ങനെ ഭൂമിയുടെ താഴ്ന്ന പ്രദേശങ്ങൾ നിറഞ്ഞു. സമുദ്രങ്ങൾ ജനിച്ചു. നദികളും തടാകങ്ങളും രൂപപ്പെട്ടു. ഇതോടെയാണ് ഭൂമിയിൽ ആദ്യമായി ജീവൻ ഉണ്ടാകാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്. ഏകദേശം 350 കോടി വർഷങ്ങൾക്ക് മുൻപ് സമുദ്രങ്ങളുടെ ആഴങ്ങളിൽ കണ്ണിൽ കാണാനാകാത്ത ചെറുജീവികൾ ജനിച്ചു. അവ ലളിതമായിരുന്നു. പക്ഷേ അവയായിരുന്നു ഈ ഭൂമിയിലെ എല്ലാ ജീവികളുടെയും തുടക്കം. കാലം കടന്നപ്പോൾ ഈ ജീവികൾ മാറി, വളർന്നു, പരിണമിച്ചു. ഇതാണ് ജീവപരിണാമം. മത്സ്യങ്ങൾ കരയിലേക്ക് വന്നു. സസ്യങ്ങൾ ഭൂമിയെ പച്ചപ്പിച്ചു. ഭീമൻ ജീവികൾ ഭൂമിയിൽ ആധിപത്യം നേടി. അവരിൽ ഏറ്റവും ശക്തർ ഡൈനോസറുകൾ. കോടിക്കണക്കിന് വർഷങ്ങൾ അവർ ഭൂമിയെ ഭരിച്ചു. പക്ഷേ ഏകദേശം 660 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആകാശത്തു നിന്ന് ഒരു വൻ ഗ്രഹശകലമിറങ്ങി. ഒരൊറ്റ ഇടിയോടെ ഭൂമിയുടെ ചരിത്രം മാറി. ആകാശം ഇരുണ്ടു. കാലാവസ്ഥ തകർന്നു. ഡൈനോസറുകൾ ചരിത്രമായി. അവരുടെ നാശത്തിനു ശേഷം ഭൂമി വീണ്ടും പുനർജനിച്ചു. പുതിയ ജീവികൾ, പുതിയ സസ്യങ്ങൾ, പുതിയ സാധ്യതകൾ. അങ്ങനെയാണ് ഒടുവിൽ മനുഷ്യൻ ജനിക്കുന്നത്. ഇന്ന് നഗരങ്ങളും സാങ്കേതിക വിദ്യയും ഉപഗ്രഹങ്ങളും കൃത്രിമ ബുദ്ധിയും നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ. പക്ഷേ ഓർക്കണം, ഈ ഭൂമി ഇങ്ങനെയാവാൻ കോടിക്കണക്കിന് വർഷങ്ങളെടുത്തു. ഇപ്പോൾ ഭൂമിയുടെ ഭാവി നമ്മുടെ കൈകളിലാണ്. നാം സംരക്ഷിച്ചാൽ ഭൂമി ജീവിക്കും. നാം അവഗണിച്ചാൽ ഭൂമി വീണ്ടും മാറും. പക്ഷേ അപ്പോൾ നമ്മൾ ഉണ്ടാകുമോ?